ചരിത്രം വഴിമാറി നടക്കുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. ശത്രുക്കളുടെ ചുവടുകളെ തന്ത്രം കൊണ്ട് തകർത്ത് കളയുന്ന ഭരണതന്ത്രജ്ഞത. ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ഒരു സാധാരണക്കാരനിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യയുടെ വലങ്കായിയായി ഉയർന്ന ആ ഒറ്റ മനുഷ്യൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ വെല്ലുവിളിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ് ഇന്ന് ലോകം കാണുന്ന ഓരോ ഇന്ത്യയുടെ നീക്കവും. ഒരു കാലത്ത് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഇന്ത്യ ഇന്ന് ലോകം ഭരിക്കുന്ന ശക്തിയായി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ ഇച്ഛാശക്തിയുണ്ട്, അടിയുറച്ച തീരുമാനങ്ങൾ, എതിർപ്പുകളെ പിച്ച് ചീന്തുന്ന ആത്മവിശ്വാസം. ഇതാണ് മോദി സ്റ്റൈൽ. ആത്മനിർഭർ ഭാരത് എന്ന ഒറ്റ വാക്കിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച മാന്ത്രിക നേതൃത്വം ഇന്ന് വീണ്ടും ചരിത്രം കുറിക്കുകയാണ്. വെറുമൊരു സമുദ്ര അതിർത്തി മാത്രമല്ല ഇന്ന് ഇന്ത്യ കാക്കുന്നത്. ആഴക്കടലിന്റെ അടിത്തട്ടിൽ ശത്രുക്കളുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാനും ആപത്തിൽപ്പെടുന്ന അന്തർവാഹിനികളെ, ജീവനക്കാരെ രക്ഷിക്കാനും ആഗോളതലത്തിൽ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായ ആ മാരകശേഷി, അതാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. വിശാഖപട്ടണത്തെ ഷിപ്പ്യാർഡിൽ നിന്ന് ഉത്ഭവിച്ച ഈ തദ്ദേശീയ കരുത്ത് വിദേശ ശക്തികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇത് പുതിയ ഇന്ത്യയാണ്. ആരുടെ മുന്നിലും തലകുനിക്കാത്ത, സ്വന്തം കാലിൽ നിൽക്കുന്ന, ലോകത്തെ വിറപ്പിക്കുന്ന ഇന്ത്യ. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. സുഹൃത്തുക്കളെ, വെറുമൊരു സമുദ്ര അതിർത്തി മാത്രമല്ല ഇന്ത്യ കാക്കുന്നത്. ആഴക്കടലിന്റെ അടിത്തട്ടിൽ ശത്രുക്കളുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാനും എല്ലാവിധ അന്തർവാഹിനികളും ഇന്ന് ഇന്ത്യക്കുണ്ട്. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിന്ന് തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ ഡൈവിംഗ് സപ്പോർട്ട് കപ്പലായ നിപ്പോൺ ഔദ്യോഗികമായി സേവനത്തിൽ ലഭ്യമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറയുന്ന ഒരു സുപ്രധാന നയതന്ത്ര കാലഘട്ടത്തിലാണ് ഇന്ത്യ തങ്ങളുടെ സമുദ്ര അതിർത്തികളിൽ പ്രതിരോധ ശേഷിയുടെ പുതിയൊരു ചരിത്രം കൂടി കുറിക്കുന്നത്. വിശാഖപട്ടണത്തെ പ്രശസ്തമായ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിന്ന് തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ ഡൈവിംഗ് സപ്പോർട്ട് കപ്പലായ നിപ്പോൺ ഇന്ത്യ നാവികസേന ഔദ്യോഗികമായി ഏറ്റുവാങ്ങിയെന്ന വാർത്ത ആഗോള പ്രതിരോധ രംഗത്ത് വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. സംസ്കൃതത്തിൽ വൈദഗ്ധ്യം അല്ലെങ്കിൽ വിദഗ്ധൻ എന്നർത്ഥം വരുന്ന നിപുൺ എന്ന പേര് അനർത്ഥമാക്കുന്ന വിധത്തിലാണ് ഈ ഭീകരമായ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 8000 ടണ്ണിലധികം ഭാരം വഹിക്കാൻ ശേഷിയുള്ള 118 മീറ്റർ നീളമുള്ള ഈ ആധുനിക കപ്പലിന്റെ ആകെ മൂല്യത്തിന്റെ 80% ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച തദ്ദേശീയ സാങ്കേതിക വിദ്യകളും ഘടകങ്ങളുമാണ് എന്നത് ആത്മനിർഭർ ഭാരത് സങ്കല്പത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല. വിദേശ ശക്തികളെ ആശ്രയിക്കാതെ സമുദ്രത്തിന്റെ ആഴക്കടലിൽ സ്വന്തമായി ആധിപത്യവും സുരക്ഷയും സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ സൈനിക ശാക്തീകരണത്തിലെ നിർണായക അധ്യായമാണിത്. നിപ്പോണിന്റെ യഥാർത്ഥ കരുത്ത് അതിൽ സജ്ജീകരിച്ചിരിക്കുന്ന സങ്കീർണവും സവിശേഷവുമായ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളാണ്. നങ്കൂരമിടാതെ തന്നെ സമുദ്രത്തിലെ പ്രക്ഷുബ്ധമായ ഓളങ്ങൾക്കിടയിലും കൃത്യമായ ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ കപ്പലിനെ പ്രാപ്തമാക്കുന്ന ഡൈനാമിക് പൊസിഷനിങ് സിസ്റ്റമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. ആഴക്കടലിൽ മുങ്ങൽ വിദഗ്ധരും റെസ്ക്യൂ ഉപകരണങ്ങളും പ്രവർത്തിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ ഈ സാങ്കേതിക വിദ്യ അത്യന്താപേക്ഷിതമാണ്. ഇനി ഇതിനു പുറമെ കംപ്രഷൻ ചേംബറുകളും അത്യാധുനിക ലൈഫ് സപ്പോർട്ട് ഉപകരണങ്ങളും ഉൾപ്പെടുന്ന സാച്ചുറേഷൻ ഡൈവിംഗ് സിസ്റ്റം കപ്പലിൽ സജ്ജീകരിച്ചിട്ടുള്ളതിനാൽ ഡൈവേഴ്സിന് ദീർഘനേരം ആഴക്കടലിലെ കഠിനമായ അന്തരീക്ഷത്തിൽ താമസിച്ച് ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും. മനുഷ്യശേഷിക്ക് അപ്പുറമുള്ള ആഴങ്ങളിൽ പരിശോധന നടത്താനും നിരീക്ഷണത്തിനും ചെറുതരം വീണ്ടെടുക്കൽ ജോലികൾക്കും സഹായിക്കുന്ന റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിളുകളും ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തന പരിധി സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വരെ വ്യാപിക്കും. ഇത് വെറുമൊരു ഡൈവിംഗ് സപ്പോർട്ട് കപ്പൽ എന്നതിനപ്പുറം ആപത്തിൽപ്പെടുന്ന അന്തർവാഹിനികളെ, ജീവനക്കാരെ രക്ഷിക്കാനുള്ള ഡീപ് റെസ്ക്യൂ വെഹിക്കിളിന്റെ ഒരു മാതൃകാ കപ്പലായും നിപ്പോൺ പ്രവർത്തിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ സാങ്കേതിക തകരാറുകൾ മൂലമോ അപകടങ്ങൾ മൂലമോ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന അന്തർവാഹിനികളിൽ കൃത്യസമയത്ത് എത്തിച്ചേരാനും അവിടെയുള്ള ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുമുള്ള വിക്ഷേപണം, വീണ്ടെടുക്കൽ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ഈ കപ്പലിന് നിഷ്പ്രയാസം സാധിക്കും. ലോകത്തിലെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളുടെ നാവികസേനകൾക്ക് മാത്രമേ സമുദ്രത്തിനടിയിലെ ഇത്തരം സങ്കീർണമായ പൂർണ്ണ ശൃംഖലാ രക്ഷാപ്രവർത്തനങ്ങൾ സ്വന്തമായി നടപ്പിലാക്കാനുള്ള ശേഷിയുള്ളൂ എന്നത് ഈ കൈമാറ്റത്തിന്റെ ആഗോള പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. സമുദ്രത്തിനടിയിലെ ഏത് വൻദുരന്തങ്ങളെയും പ്രതിരോധിക്കാൻ നാവികസേനയെ സജ്ജമാക്കുകയാണ് ഇതിലൂടെ നിർവഹിക്കപ്പെടുന്നത്.
ഇനി ഈ ലീഗ് പദ്ധതിയുടെ തുടക്കം 2025 ജൂലൈയിൽ കമ്മീഷൻ ചെയ്ത INS നിസാറ്റിലൂടെയാണ് കുറിക്കപ്പെട്ടതെങ്കിലും നിപുണിന്റെ ആഗമനം ഇന്ത്യയുടെ അണ്ടർ വാട്ടർ നാവിക പ്രതിരോധത്തിന് ഇരട്ടി കരുത്താണ് നൽകുന്നത്. ഇനി വരും മാസങ്ങളിൽ നിപുൺ പൂർണ്ണമായി കമ്മീഷൻ ചെയ്ത് സേവനത്തിൽ പ്രവേശിക്കുന്നതോടെ ചരിത്രത്തിൽ ആദ്യമായി 2 ആധുനിക അണ്ടർ വാട്ടർ റെസ്ക്യൂ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയുടെ അതിർത്തികളിൽ കാക്കാനുണ്ടാകും. ഇത് ഇന്തോ പസഫിക് മേഖലയിൽ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഒരു പ്രമുഖ പ്രാദേശിക ശക്തിയായി ഉയർന്നു വരുന്നതിലും ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകുന്ന തന്ത്രപരമായ മുൻതൂക്കം അളവറ്റതാണ്. ആരെങ്കിലും ഒരിക്കൽ ചിന്തിച്ചിരുന്നു, ഒരിക്കൽ അന്യന്റെ മുന്നിൽ ആയുധങ്ങൾക്കായി കൈനീട്ടി നിന്നിരുന്ന ഈ രാജ്യം ഇന്ന് സ്വന്തം ആയുധങ്ങളും അത്യാധുനിക യുദ്ധക്കപ്പലുകളും കൊണ്ട് ലോകത്തെ വിറപ്പിക്കുമെന്ന്? അതാണ് ഇന്ന് നമ്മൾ കാണുന്ന പുതിയ ഇന്ത്യ. ഇന്ന് പ്രതിരോധ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാർത്തയും ഇന്ത്യയുടെ വളർച്ചയുടെ ആത്മവിശ്വാസമാണ് വിളിച്ചോതുന്നത്. വിദേശ ശക്തികളുടെ മുന്നിൽ തലകുനിക്കാതെ സ്വന്തം മണ്ണിൽ സ്വന്തം ശാസ്ത്രജ്ഞരുടെ മിടുക്കിൽ പിറക്കുന്ന മാരകായുധങ്ങൾ, അതൊരു തുടക്കം മാത്രമാണ്. INS നിപുൺ പോലെ സമുദ്രത്തിനടിയിലെ വൻ ദുരന്തങ്ങളെ പോലും പ്രതികരിക്കാൻ ശേഷിയുള്ള പ്ലാറ്റ്ഫോമുകൾ തദ്ദേശീയമായി നിർമ്മിക്കുമ്പോൾ അത് ഇന്ത്യയുടെ സൈനിക കരുത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തെ ഇന്ന് അമ്പരപ്പോടെയാണ് നോക്കിക്കാണുന്നത്. സമുദ്രത്തിൽ സ്വന്തമായി ആധിപത്യം സ്ഥാപിക്കാനും രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാനും ഇനി ആരുടെയും മുന്നിൽ ഇന്ത്യ കൈനീട്ടേണ്ടി വരില്ല. സുഹൃത്തുക്കളെ, ആഴക്കടലിലെ രഹസ്യങ്ങൾ ചോർത്താനും ശത്രുക്കളുടെ നീക്കങ്ങളെ നിമിഷ നേരം കൊണ്ട് തകർത്തെറിയാനും ഇനി മറ്റൊരു രാജ്യത്തിന്റെയും സഹായം ഇന്ത്യക്ക് ആവശ്യമില്ല എന്ന് തന്നെ പറയാം. ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന പ്രതിരോധ രംഗത്തെ ഈ വിപ്ലവകരമായ മാറ്റം, അതാണ് യഥാർത്ഥ ആത്മനിർഭർ ഭാരത്. സമുദ്രത്തിനടിയിലെ വൻ ദുരന്തങ്ങളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിരോധിക്കാൻ ശേഷിയുള്ള INS നിപുണും INS നിസ്തുറും ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് ഇരട്ടിയാക്കുകയാണ്. അന്തർവാഹിനികൾക്ക് അപകടം സംഭവിക്കുമ്പോൾ അവരെ സുരക്ഷിതമായി കരക്കെത്തിക്കാനുള്ള ഈ അത്യാധുനിക അണ്ടർ വാട്ടർ റെസ്ക്യൂ പ്ലാറ്റ്ഫോമുകൾ. എന്തായാലും ഒരു കാലത്ത് ആയുധങ്ങൾക്കും കപ്പലുകൾക്കുമായി വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഈ ഇന്ത്യ ഇന്ന് എത്രയോ മാറിയിരിക്കുന്നു. ഇത് 2014 മുതൽ മോദി സർക്കാർ നയിക്കുന്ന ഭാരതമാണ്. ആത്മനിർഭർ ഭാരത് എന്ന ഒറ്റ ലക്ഷ്യത്തിലൂടെ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തികളും ആഴക്കടലും കാക്കാൻ ഇന്ന് ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. വിശാഖപട്ടണത്തെ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഈ 2 കപ്പലുകളും അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിർമ്മിച്ച കപ്പലുകളും ഇന്ത്യയുടെ അഭിമാനമാണ്. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതിന്റെ അഭിമാനമാണ്. ഇന്ന് ഇന്ത്യ വെറുമൊരു ആയുധം വാങ്ങുന്ന രാജ്യമല്ല, മറിച്ച് ലോകത്തിന് തന്നെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഒരു മഹാശക്തിയായി മാറിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ മുന്നേറ്റെത്തുന്ന അമ്പരപ്പോടെയും ബഹുമാനത്തോടെയും അസൂയയോടെയാണ് നോക്കിക്കാണുന്നത്. സമുദ്രത്തിൽ സ്വന്തമായ ആധിപത്യം സ്ഥാപിക്കാനും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനും ഇനി ആരുടെയും മുന്നിൽ ഇന്ത്യക്ക് കൈനീട്ടേണ്ടി വരില്ല. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ഓരോ ചുവടുവെപ്പും ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. ആത്മനിർഭർ ഭാരത് എന്ന ഒറ്റ ലക്ഷ്യത്തിലൂടെ ഇന്ത്യയുടെ മണ്ണിൽ പിറക്കുന്ന അത്യാധുനിക ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ സുരക്ഷയെ വെല്ലുവിളിക്കാൻ ഇനി ആരെങ്കിലും തുനിഞ്ഞാൽ അതിനുള്ള ചുട്ട മറുപടി ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉൾപ്പെടെ നമ്മുടെ അതിർത്തിയിൽ കാക്കാൻ ഇനി മറ്റാരും രാജ്യത്തിന്റെ സഹായം തേടി പോകില്ല. ശത്രുക്കളുടെ ഏത് രഹസ്യ നീക്കങ്ങളെയും നിമിഷ നേരം കൊണ്ട് തകർത്തെറിയാൻ പാകത്തിലുള്ള മാരകശേഷിയാണ് ഇന്ന് ഇന്ത്യൻ നാവികസേന സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന നാളുകളിൽ പ്രതിരോധ രംഗത്ത് കൂടുതൽ ഞെട്ടിക്കുന്ന കരുത്താണ് ഇന്ത്യ പുറത്തെടുക്കാൻ പോകുന്നത്. ശത്രു രാജ്യങ്ങൾക്ക് യഥാർത്ഥ പണി വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു പ്രതിരോധ നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.